രാഹുൽ എവിടെ? എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിക്കുന്നത്? എന്തുപറ്റി അയാൾക്ക്? കാരണം കഴിഞ്ഞ ജനുവരി 28-ന് പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചതാണ്. അന്ന് വൈകുന്നേരം തന്നെ രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങിയതാണ്. രാഹുൽ വീട്ടിലെത്തിയിട്ട് 28, 29, 30, 31, 1, 2 അതായത് ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ്. ഈ ഒരാഴ്ച പിന്നിട്ടിട്ടും രാഹുലിനെ കാണാനില്ല. എന്താണ് രാഹുലിന്? രാഹുൽ അത്രമാത്രം തകർന്നു പോയോ? ഒരറസ്റ്റ് കൊണ്ട് താൻ മാനസികമായി വലിയ സംഘർഷം അനുഭവിക്കുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുന്നില്ല. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിക്കുന്നത് എന്നുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ചോദ്യം വലിയ ആശങ്കയായി മനസ്സിൽ നിറയുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതികൾ ഉയർന്നു വന്ന ആ നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന ആദ്യഘട്ടം, പരാതികളുമായി മാറിയ രണ്ടാം ഘട്ടം, 1ഉം 2ഉം പരാതികൾ വന്ന നിമിഷം, തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന നിമിഷം, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന നിമിഷം, അത് കഴിഞ്ഞ് 3ാമത്തെ പരാതി വന്ന സമയം, അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെടുന്ന നിമിഷം, അയാൾ ജയിലഴിക്കുള്ളിലായ നിമിഷം, മാധ്യമങ്ങൾ അത്രയും കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോഴും രാഹുലിന് വേണ്ടി സംസാരിക്കാൻ, അയാളുടെ ഭാഗം പറയാൻ, അയാളെ പിന്തുണക്കാൻ ഇവിടെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ എവിടെയാണ് എന്നുള്ളത് വലിയ ആശങ്കയായി തുടരുന്നു. എന്തുകൊണ്ട് രാഹുൽ വീട്ടിൽ തന്നെ കഴിയുന്നു? എന്തുകൊണ്ട് രാഹുൽ പുറത്തേക്ക് ഇറങ്ങുന്നില്ല? എന്തുകൊണ്ട് രാഹുൽ മാധ്യമങ്ങളെ കാണുവാനോ അഭിമുഖീകരിക്കുവാനോ അതല്ലെങ്കിൽ പാലക്കാട്ടേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചോ അയാൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ആശങ്കയായി നിൽക്കുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ ജനുവരി 28-ന് ജാമ്യം അനുവദിച്ച് അയാൾ പുറത്തിറങ്ങിയ ആ നിമിഷം അയാൾ വളരെ സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. കസ്റ്റഡിയിലിരുന്ന കാലവും അയാൾ ഒരു സംഘർഷങ്ങളുമില്ലാതെ ഒരു ആശങ്കകളുമില്ലാതെയാണ് കസ്റ്റഡി കാലാവധി പൂർത്തീകരിച്ചത്. അല്ലേ? ജാമ്യം ലഭിക്കുന്നത് വരെയുള്ള 18 ദിവസം അയാളെ നമ്മൾ പുറത്ത് കണ്ട നിമിഷങ്ങളൊക്കെ അയാൾ പുഞ്ചിരിച്ച മുഖവുമായിട്ടാണ് പുറം ലോകം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോഴും മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ചില്ലെങ്കിലും വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. സുഭാഷ് മുണ്ടപ്പള്ളിയെ പോലെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലെത്തി കഴുകക്കണ്ണുകളുമായിട്ട് വീട്ടിലേക്ക് വന്ന മാധ്യമങ്ങളെ തടഞ്ഞു നിർത്തി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് രാഹുലിന് എന്താണ് സംഭവിക്കുന്നത്? ആശങ്കയാവുകയാണ്. കാരണം ഇങ്ങനെ മാറി നിൽക്കേണ്ട ഒരു സമയമല്ല ഇത്. രാഹുൽ മാങ്കൂട്ടത്തും ഈ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വളരെ മണ്ഡലത്തിൽ സജീവമാകേണ്ട ഒരു സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത്. എന്താണ് രാഹുലിന് പറ്റുന്നത്? രാഹുൽ അത്രമാത്രം ഒരു മാനസിക സംഘർഷത്തിലൂടെയാണോ കടന്നു പോകുന്നത് എന്നുള്ള ആശങ്കയാണ് എന്നെ വല്ലാതെ അലട്ടുന്നത്. എന്താണ് രാഹുലിന് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു സൂചനകളുമില്ല. അപ്പം നമുക്ക് കേസിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പല വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പലയിടങ്ങളിൽ നിന്ന്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വീട്ടിൽ എന്തു ചെയ്യുന്നു, അയാളെക്കുറിച്ച് യാതൊരുവിധ അറിവുകളും നമുക്ക് ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ പാലക്കാട്ടെ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുന്നില്ല. മാധ്യമങ്ങളെ കണ്ട് തനിക്ക് എന്താണ് പറ്റിയത് എന്നതിനെക്കുറിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്താൻ അയാൾ തയ്യാറാവുന്നില്ല. എല്ലാ സാഹചര്യങ്ങളും അയാൾക്ക് അനുകൂലമാണ്. ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായിട്ട് രാഹുൽ മാങ്കൂട്ടം ഒന്നും ചെയ്തിട്ടില്ല എന്ന് കോടതി തന്നെ പറയുകയാണ്. അല്ലേ? അയാൾക്ക് അവിവാഹിതനായ രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര ആളുകളുമായിട്ട് ഈ ബന്ധമുണ്ടാവാം, അതിന് കുഴപ്പമില്ല, നിയമം അതിന് യാതൊരു തടസ്സവുമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിക്കൊണ്ട് കോടതി പോലും നിരീക്ഷണങ്ങൾ നടത്തുകയാണ്. പക്ഷേ എന്താണ് അയാൾക്ക് സംഭവിക്കുന്നത്? എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം എൻ്റെ സംസാരം കേൾക്കുമോ എന്നറിയില്ല. പക്ഷേ രാഹുലെ, നിന്നെ കാത്ത് നിന്നെ പിന്തുണച്ച ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്.
ഒരു വലിയ ജനത നിന്നെ കാത്തിരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് നിങ്ങളിങ്ങനെ മാറി നിൽക്കേണ്ട വ്യക്തിയല്ല, നിങ്ങൾ പുറത്തേക്ക് വരണം. എനിക്ക് മനസ്സിലാവും നിങ്ങൾ വലിയ മാനസിക സംഘർഷത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. കാരണം ഒരു കാലത്തെ സ്നേഹം, ആ സ്നേഹം പിന്നീട് പീഡനമാക്കി മാറ്റി, ബലാത്സംഗമാക്കി മാറ്റി താങ്കളെ ക്രൂശിക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും തകർന്നു പോകും. അത്തരത്തിൽ മാനസികമായിട്ട് വലിയ സംഘർഷങ്ങൾ ഒരു പക്ഷേ മേ ബി രാഹുൽ മാങ്കൂട്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു ഇമോഷണൽ ഫീലിംഗ് അത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും നിങ്ങളിങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന ശാന്തത, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നത്, അത് വേട്ടക്കാർക്ക് പ്രചോദനമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അവർ വിജയിച്ചു എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ കാര്യങ്ങൾ മാറ്റി എഴുതാൻ അധികം വലിയ താമസമൊന്നും വേണ്ട. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അങ്ങനെ മാറി നിൽക്കേണ്ടവനല്ല. കാരണം നിങ്ങൾക്കുള്ള ജനപ്രീതിയും ജനപിന്തുണയും സ്വീകാര്യതയുമൊന്നും ഈ അറസ്റ്റ് കൊണ്ടോ ഈ വിവാദങ്ങൾ കൊണ്ടോ ഈ കോലാഹലങ്ങൾ കൊണ്ടോ ഒന്നുകൊണ്ടും നിങ്ങളെ തളർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എവിടെയോ ഒരു സെറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടം ഇനി മേ ബി അയാൾ ഒരു വലിയ തിരിച്ചുവരവിനുള്ള പ്രിപ്പറേഷൻ നടത്തുകയായിരിക്കാം. പക്ഷേ അതിന് ഒരു വലിയ ടൈം ഗ്യാപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിലില്ല എന്നുള്ളതാണ്. അത് രാഹുൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുക. ഏത് നിമിഷവും ഒരു തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്തരം വലിയ തയ്യാറെടുപ്പുകൾക്ക് സമയം വളരെ കുറവാണ് എന്നുള്ളതാണ്. ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് കരുതി തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി മാറി നിന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ അത് നിങ്ങളുടെ വിലപ്പെട്ട സമയത്ത് നഷ്ടപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം, നിങ്ങളിൽ നിന്ന് നിങ്ങളെ പിന്തുണച്ച ആളുകളും പാലക്കാട്ടെ ജനതയും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തിരിച്ചുവരവ് മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ച ആളുകളുണ്ട്, നിങ്ങളുടെ ഭാഗം പറഞ്ഞ ആളുകളുണ്ട്. ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളിങ്ങനെ മാറി നിൽക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇനി എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്ലാൻ എന്നുള്ളത് ആശങ്കയാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് മുമ്പിൽ ഒരുപാട് സമയങ്ങളില്ല എന്നുള്ളതാണ്. സമയം ഇപ്പോഴേ അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം നഷ്ടപ്പെട്ട 18 ദിവസം കസ്റ്റഡിയിലും റിമാൻഡിലുമൊക്കെയായി ജയിലഴിക്കുള്ളിൽ കഴിച്ച 18 ദിവസം എന്ന് പറയുന്നത് അത് വലിയ ഒരു സമയമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപേയുള്ള ദിവസങ്ങളായതുകൊണ്ട് 18 മാസത്തോളം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ സമയം രാഹുൽ മാങ്കൂട്ടം നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു തിരിച്ചുവരവ് അത് എത്രയും പെട്ടെന്നുണ്ടാവണം. മേ ബി നിങ്ങൾക്കൊരു കൺസിഡറേഷനുകൾ ഉണ്ടാവാം. കാരണം കോടതിയിൽ പല കാര്യങ്ങളും തീരുമാനമാകാനുണ്ട്. ഒന്നാമത്തെ പരാതിയിൽ ജാമ്യത്തിൻ്റെ ഉത്തരവ് വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു പക്ഷേ അതിനു വേണ്ടി ഒരു 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 തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. പക്ഷേ ഈ കാത്തിരിപ്പിന് അധികം സമയമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സജീവമാകേണ്ടതുണ്ട്. അത് പാലക്കാട്ടാണെങ്കിലും ശരി, പാലക്കാടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സജീവമാകേണ്ടത്. കാരണം നിങ്ങളിപ്പോഴും പാലക്കാടിൻ്റെ ജനപ്രതിനിധിയാണ്. ആ രീതിയിൽ നിങ്ങൾ പാലക്കാട്ട് സജീവമാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ കാത്തിരിപ്പ് വല്ലാത്ത ആശങ്ക ഞങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, വലിയ അർത്ഥത്തിലുള്ള ആശങ്ക. ആ ആശങ്ക അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സമയമാണ്, ഈ ഒരു പീരിയഡാണ്. ഈ സമയമെന്ന് പറയുന്നത് അത്രമാത്രം വിലപ്പെട്ടതാണ്. പല രീതിയിലുള്ള ചർച്ചകളും പല രീതിയിലുള്ള പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ സമയമെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ മാനസികമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനസിക സംഘർഷങ്ങൾ അതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നത് എങ്കിൽ, ഇനി അതല്ല നിങ്ങളുടെ കൺസിഡറേഷൻ മറ്റു പലതുമാണെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ അർത്ഥത്തിലെങ്കിലും തിരിച്ചുവരവിൻ്റെ ആദ്യ സ്റ്റെപ്പുകൾ നിങ്ങൾ ചവിട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
ശത്രുക്കൾക്കും എതിരാളികൾക്കും വേട്ടക്കാർക്കും ഒക്കെയുള്ള മറുപടികൾ പിന്നീടാവാം. അതിൽ ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ താങ്കൾ അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മറുപടിയാണ് ഏറ്റവും വലുത്. അതിനപ്പുറം ആ തെരഞ്ഞെടുപ്പിന് ശേഷമാകാം ബാക്കിയുള്ള മറുപടികൾ. അപ്പോൾ ആ മറുപടികളെക്കുറിച്ച് സമയം ആലോചിച്ച് തയ്യാറെടുപ്പുകൾ നടത്തി സമയം കളയേണ്ട ഒരു നിമിഷമല്ല ഇത് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. വേട്ടക്കാർക്ക്, ഈ പൊളിറ്റിക്കൽ വേസ്റ്റുകൾക്ക്, ഈ ചീഞ്ഞു നാറുന്ന പൊളിറ്റിക്കൽ രാഷ്ട്രീയം കളിച്ച ആളുകൾക്കുള്ള മറുപടി എന്ന് പറയുന്നത് നെഞ്ചുറപ്പോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പാലക്കാടിൻ്റെ മണ്ണിൽ നിന്ന് വിജയിച്ച് കയറുന്ന ജനപ്രതിനിധിയായി മാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ മറുപടി. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? കാരണം സമയം വല്ലാതെ അതിക്രമിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട 18 ദിവസം, അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, 18 മാസത്തേക്കാൾ വലിയ നഷ്ടമാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ഇനിയും സമയമില്ല കാത്തിരിക്കാൻ. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സജീവമാകണം എന്നുള്ളതാണ്. തിരിച്ചുവരവിൻ്റെ ആദ്യ സ്റ്റെപ്പുകൾ നിങ്ങൾ നടത്തി തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.